ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തില് ഞാൻ എഴുതും, ഞങ്ങൾ എഴുതും, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയൂ എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷിൽ പറയുന്നതിന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്നാണ് പറയുന്നത്. ടെൻസിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല, എപ്പോഴും പറയുന്ന പോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ടെൻസിന്റെ പേരൊക്കെ പറയുന്നത്. ഇത് പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്ന രീതി അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റിന്റെ കൂടെ വില്ലോ ഷാലോ ചേർക്കും, അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും. അപ്പൊ നമ്മൾ 3 വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് അവസാനത്തെ വാചകമാണ്. 4 വാചകങ്ങളാണ് നമ്മൾ കാണുന്നത്. അവസാനത്തേതാണ് ഇന്ന് കാണുന്നത്. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും. അതിന്റെ ക്വസ്റ്റ്യൻ വില്ല് ഉണ്ടെന്ന് മുമ്പിലിട്ടാൽ മതി. വിൽ ഐ റൈറ്റ്, ഞാൻ എഴുതുമോ. നെഗറ്റീവ് ഐ വിൽ നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. ഐ വോണ്ട് റൈറ്റ്, ഞാൻ എഴുതില്ല, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഞാൻ എഴുതുകയില്ല. ഓക്കെ. പിന്നെ ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലെ വോണ്ട് കൊണ്ടൊന്ന് മുമ്പിലിട്ടാൽ മതി. വോണ്ട് നമുക്കറിയാം വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. അപ്പൊ വോണ്ട് ഐ റൈറ്റ്, ഞാൻ എഴുതില്ലേ, ഞാൻ എഴുതുകയില്ലേ, ഞാൻ എഴുതില്ലേ, അവർ എഴുതുകയില്ലേ. ഇല്ല, അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ല, അതിന് ഇംഗ്ലീഷിലും പറയും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. വോണ്ട് ഐ റൈറ്റ്, ഞാൻ എഴുതില്ലേ, ഞാൻ എഴുതില്ലേ. വോണ്ട് ഐ സ്ലീപ്, ഞാൻ ഉറങ്ങില്ലേ. വോണ്ട് ഐ ഗോ, ഞാൻ പോകില്ലേ. വോണ്ട് ഐ റീഡ്, ഞാൻ വായിക്കില്ലേ. വോണ്ട് ഐ സ്റ്റഡി, ഞാൻ പഠിക്കില്ലേ, ഞാൻ പഠിക്കുകയില്ലേ, അല്ലെ പഠിക്കില്ല. അങ്ങനെ രണ്ടും പറയില്ലേ. ഓരോ ദേശത്തെയും വ്യത്യാസം ഉണ്ടാവും ഭാഷയിൽ. പക്ഷെ അടിസ്ഥാനം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ വി സ്കിപ്പ് ചെയ്യാണ്. വി വേണേ പറയാം. വോണ്ട് വി റൈറ്റ്, നമ്മൾ എഴുതുകയില്ലേ. വോണ്ട് വി സ്ലീപ്, നമ്മൾ ഉറങ്ങില്ലേ. നമ്മൾ ഇങ്ങനെ ഒത്തിരി നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മൾ ഉറങ്ങില്ലേ. വോണ്ട് വി സ്ലീപ് ഇഫ് യു ഗോ ഓൺ ടോക്കിംഗ്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. വോണ്ട് വി സ്ലീപ്. വോണ്ട് വി ഗോ, നമ്മൾ പോകില്ലേ. വോണ്ട് വി റീഡ്, നമ്മൾ വായിക്കില്ലേ. വോണ്ട് വി സ്റ്റഡി, നമ്മൾ പഠിക്കില്ലേ. യു. വോണ്ട് യു റൈറ്റ്, നീ എഴുതില്ലേ. വിൽ യു, പിന്നെ നമുക്കത് കാര്യം പറയാം. വിൽ യു നോട്ട് എന്നും പറയാം, പക്ഷെ അത് റിട്ടൺ ഇംഗ്ലീഷാണ്. വിൽ യു നോട്ട് റീഡ്, വിൽ യു നോട്ട് റീഡ് എന്ന് പറയും. നീ വായിക്കില്ലേ, വിൽ യു നോട്ട് റീഡ്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ അത് റിട്ടൺ ഇംഗ്ലീഷാണ്, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കാം. വോണ്ട് യു സ്ലീപ്, നീ ഉറങ്ങില്ലേ. വോണ്ട് യു ഗോ, നീ പോകില്ലേ. വോണ്ട് യു റീഡ്, നീ വായിക്കില്ലേ. വോണ്ട് യു സ്റ്റഡി, നീ പഠിക്കില്ലേ. വോണ്ട് ഹി റൈറ്റ്, അവൻ എഴുതുകയില്ലേ. വോണ്ട് ഹി സ്ലീപ്, അവൻ ഉറങ്ങുകയില്ലേ. വോണ്ട് ഹി ഗോ, അവൻ പോകില്ലേ, അല്ലെ പോവുകയില്ലേ. വോണ്ട് ഹി റീഡ്, അവൻ വായിക്കുകയില്ലേ. വോണ്ട് ഹി സ്റ്റഡി, അവൻ പഠിക്കുകയില്ലേ. ഷീ, അവൾ അല്ലെ. വോണ്ട് ഷീ റൈറ്റ്, വോണ്ട് ഷീ റൈറ്റ്, അവൾ എഴുതില്ലേ. വോണ്ട് ഷീ സ്ലീപ്, അവൾ ഉറങ്ങില്ലേ. വോണ്ട് ഷീ ഗോ, അവൾ പോകില്ലേ. വോണ്ട് ഷീ റീഡ്, അവൾ വായിക്കില്ലേ. വോണ്ട് ഷീ സ്റ്റഡി, അവൾ പഠിക്കില്ലേ. വോണ്ട് ദേ, അവർ അല്ലെങ്കിൽ ഇവർ അല്ലേ. വോണ്ട് ദേ റൈറ്റ്, അവർ എഴുതില്ലേ. വോണ്ട് ദേ റൈറ്റ്, വോണ്ട് ദേ റൈറ്റ്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. വോണ്ട് ദേ സ്ലീപ്, അവർ ഉറങ്ങില്ലേ. വോണ്ട് ദേ ഗോ, അവർ പോകില്ലേ. വോണ്ട് ദേ റീഡ്, അവർ വായിക്കില്ലേ. വോണ്ട് ദേ സ്റ്റഡി, അവർ പഠിക്കില്ലേ. വോണ്ട് ദേ കം, അവർ വരില്ലേ, അവർ നിന്നെ സഹായിക്കാൻ വരില്ലേ. വോണ്ട് ദേ കം ടു ഹെൽപ്പ് യു. വോണ്ട് ദേ കം, വോണ്ട് ആണ് അല്ലെ, ഡോണ്ട് അല്ല, വോണ്ട്. വോണ്ട് ദേ കം ടു ഹെൽപ്പ് യു, അവർ നിന്നെ സഹായിക്കാൻ വരില്ലേ. വോണ്ട് ദേ കം ടു ഹെൽപ്പ് യു. നീ അവരെ കാണാൻ പോകില്ലേ. വോണ്ട് യു ഗോ, വോണ്ട് യു ഗോ ടു സീ ഹിം. വോണ്ട് യു ഗോ ടു സീ ഹിം. നിന്റെ പാരന്റ്സിനെ സന്ദർശിക്കാൻ നീ പോകില്ലേ. വോണ്ട് യു ഗോ ടു വിസിറ്റ് യുവർ പാരന്റ്സ്. വോണ്ട് യു ഗോ ടു വിസിറ്റ് യുവർ പാരന്റ്സ്. അപ്പൊ അങ്ങനെ വാചകം വലുതാക്കി ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് എളുപ്പം, ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഒരാളെ കൂടി കിട്ടിയിട്ട് ഓരോ വാചകവും ഒരാൾ മലയാളം പറയുന്നു, മറ്റേ ആൾ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. ഇത് ഒരു ദിവസം ഇങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ഇത് പഠിക്കേണ്ട കാര്യമില്ല, നമ്മുടെ തലയിലേക്ക് കയറി കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് പിന്നെ പഴയതൊക്കെ ഒന്ന് റിവൈസും ചെയ്ത് വെച്ചാൽ മതി. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭാഷ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പൊ 4 വാചകങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഞാൻ എഴുതും, ഐ വിൽ റൈറ്റ്. അതിന്റെ ക്വസ്റ്റ്യൻ, ഞാൻ എഴുതുമോ, വിൽ ഐ റൈറ്റ്. നെഗറ്റീവ്, ഐ വോണ്ട് റൈറ്റ്, ഞാൻ എഴുതില്ല. നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഞാൻ എഴുതില്ലേ. വോണ്ട് ഐ റൈറ്റ്. ഓക്കെ. അപ്പൊ ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് നോക്കി അത് പഠിക്കാൻ നോക്ക്. വെർബ്സ് പഠിക്കണം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്.
അപ്പൊ വെർബിന് അല്ലെ ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 5ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങൾ, ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ വായിക്കുകയാണ്. bend, 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 send, 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 spend, 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 lend, lend, lend.
ഈ വാക്കുകള് വെർബുകളെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കണം. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മളത് വായിക്കുകയാണ്. ആർഗ്യൂ ആർഗ്യൂഡ് ആർഗ്യൂഡ്, അപ്പിയർ അപ്പിയേർഡ് അപ്പിയേർഡ്, avoid avoided avoided, boast boasted boasted, bow bowed bowed, chase chased chased, cheat cheated cheated, confess confessed confessed, consider considered considered, discover discovered discovered, deceive deceived deceived, encourage encouraged encouraged, explain explained explained, frighten frightened frightened, gather gathered gathered, happen happen happened, hate hated hated, imagine imagined imagined, inform informed informed, kick kicked kicked, kill killed killed, marry married married, melt melted melted, observe observed observed, പ്ലാൻ പ്ലാന്റഡ് പ്ലാന്റഡ്. ഇത് നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം. ഇത് നമ്മൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, അതിന്റെ പ്രത്യേകതകളും പഠിക്കണം. ഓക്കെ.